യേശു മാത്രം. എന്തിനു കരയുന്നെന്ന് ചോദിപ്പാൻ യേശു മാത്രം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 17-ാം സങ്കീർത്തനം അവസാനത്തെ വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. 17-ാം സങ്കീർത്തനം 14-ാം വാക്യം മുതൽ. തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്തു നിന്നും വിടുവിക്കണമേ, അവരുടെ ഓഹരി ഈ ആയുസ്സിലത്രേ. ലൗകിക പുരുഷന്മാരുടെ ഓഹരി ഈ ആയുസ്സിലത്രേ. ലോകത്തുള്ള ലൗകികരായ ആളുകൾക്ക് അവരുടെ ഓഹരി, അവരുടെ ഷെയർ ഈ ലോകത്തിലത്രേ. നിന്റെ സമ്പത്ത് കൊണ്ട് നീ അവരുടെ വയറ് നിറയ്ക്കുന്നു. നീ നിന്റെ സമ്പത്ത് കൊടുത്ത് അവർ വയറ് നിറയ്ക്കുന്നുണ്ട്. അവർക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുത്ത് അവരെ നീ സമ്പന്നരാക്കുന്നുണ്ട്. നിന്റെ സമ്പത്ത് കൊണ്ട് അവർ വയറ് നിറയ്ക്കുന്നുണ്ട്. അവർക്ക് പുത്രസമ്പത്ത് ധാരാളമുണ്ട്. പിന്നെയല്ല, അവർക്ക് മക്കൾ ധാരാളമുണ്ട്, പുത്രസമ്പത്ത് ധാരാളമുണ്ട്. തങ്ങളുടെ ധനശിഷ്ടം അവർ കുഞ്ഞുങ്ങൾക്ക് വെച്ചേക്കുന്നു. തങ്ങളുടെ സ്വത്തിൻ്റെ ബാക്കിയെല്ലാം കുഞ്ഞുങ്ങൾക്ക്, മക്കൾക്ക് വെച്ചേച്ചു പോകുന്നു. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തേക്ക് കാണും. ഞാൻ പക്ഷേ അങ്ങനെയല്ല. ഞാൻ മക്കൾക്ക് വേണ്ടി കരുതാതിരിക്കുന്നു എന്നല്ല, പക്ഷേ ഞാൻ നീതിയിൽ നിന്റെ മുഖത്തെ കാണും. അതിലാണ് എൻ്റെ സന്തോഷം. എൻ്റെ സന്തോഷം ഞാൻ നീതിയിൽ നിന്റെ മുഖത്തെ കാണും. ഞാൻ കർത്താവായ യേശുവിൻ്റെ അരികിലേക്ക് എത്തും. മരണത്തിൽ ഞാൻ നീതിയോടെ നിന്റെ മുഖത്തെ കാണും. ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ആ വാക്യം മലയാളത്തിൽ വായിക്കുമ്പോൾ വേണ്ടത്ര മനസ്സിലാകുന്നില്ല. കേൾക്കൂ, ശ്രദ്ധിച്ച് കേൾക്കൂ. These men whom you have filled with your treasures, so that their children and grandchildren are rich and prosperous. മക്കളും മക്കളുടെ മക്കളും ധനവും സമ്പന്നതയും ഉള്ളതായി അഭിവൃദ്ധിപ്പെട്ട് കഴിയുന്നതിൽ അതിൽ സന്തോഷിക്കുന്നതായ ഈ ലോക മനുഷ്യന്മാരുണ്ട്, ഈ ലോക പുരുഷന്മാരുണ്ട്, ലൗകിക പുരുഷന്മാരുണ്ട്. എന്നാൽ ആസ് ഫോർ മീ മൈ കണ്ടൻമെൻറ്റ് ഈസ് നോട്ട് ഇൻ വെൽത്ത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സംതൃപ്തി ഈ ഭൂമിയിലെ സമ്പത്തിലല്ല. ബട്ട് ആസ് ഫോർ മീ, എന്നെ സംബന്ധിച്ചിടത്തോളം മൈ കണ്ടൻമെൻറ്റ് ഈസ് നോട്ട് ഇൻ വെൽത്ത്. എൻ്റെ സന്തോഷം, എൻ്റെ സംതൃപ്തി ഈ ലോകത്തിലല്ല. ബട്ട് ഇൻ സീയിങ് യു ആൻഡ് നോയിങ് ഓൾ ഈസ് വെൽ ബിറ്റ്വീൻ അസ്. നിന്നെ നേരിട്ട് കാണാമെന്നുള്ളതിലാണ് എൻ്റെ സന്തോഷം. തന്നെയല്ല, ഞാനും ദൈവമേ നീയും തമ്മിൽ ഐക്യമാണ് എന്നുള്ളതാണ് സന്തോഷം. ബട്ട് ആസ് ഫോർ മീ മൈ കണ്ടൻമെൻറ്റ് ഈസ് നോട്ട് ഇൻ വെൽത്ത്, but in seeing you and knowing all is well between us. And when I awake in heaven, ഞാൻ സ്വർഗത്തിൽ വന്ന് ഉണരുമ്പോൾ I will be fully satisfied. ഞാൻ മുഴുവൻ സംതൃപ്തനായിരിക്കും. I will see you face to face. നിന്നെ മുഖാമുഖം കാണുമെന്നുള്ളതിലാണ് എൻ്റെ സന്തോഷം. ദൈവത്തിന് സ്തോത്രം. ഇംഗ്ലീഷിൽ ഒന്നുകൂടെ കേൾക്കൂ. These men whom you have filled with your treasures, so that their children and grandchildren are rich and prosperous. But as for me, my contentment is not in wealth, but in seeing you and knowing all is well between us. And when I awake in heaven, I will be fully satisfied. I will see you face to face. സ്തോത്രം. നിന്നെ മുഖാമുഖം കാണുമെന്നുള്ളതിലാണ് എൻ്റെ സന്തോഷം. ഞാൻ ഉറങ്ങാൻ കിടന്നു, രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ നിന്നെ മുഖാമുഖം കാണാൻ പറ്റുന്നു. കർത്താവേ, സ്വർഗത്തിൽ ഞാൻ ഉണരുന്നു. സ്വർഗത്തിൽ നീതിയുടെ അത്ഭുതകരമായ അനുഭവം പ്രാപിച്ചുകൊണ്ട് ഞാൻ ഉണരുന്നു. നീതീകരണം അനുഭവിച്ചുകൊണ്ട് ഞാൻ ഉണരുന്നു. കർത്താവേ, നീതിമാന്മാരുടെ നിരയിൽ എണ്ണപ്പെട്ടവനായി ഞാൻ ഉണരുന്നു. ഞാൻ കുറ്റവാളിയായിരുന്നു, പക്ഷേ നീ എന്നെ നീതീകരിച്ചതുകൊണ്ട് ഞാൻ നീതിയിൽ നിന്റെ മുഖത്തെ കാണും. രാത്രി ഉറങ്ങാൻ കിടന്നു, ഞാൻ രാവിലെ ഉണരും, നീതിയിൽ നിന്റെ മുഖത്തെ കാണും. ഞാൻ അതിൽ പൂർണ്ണ സംതൃപ്തനായിരിക്കും. ആൻഡ് സീയിങ് യു ഫേസ് ടു ഫേസ്, ഐ വിൽ ബി ഫുള്ളി സാറ്റിസ്ഫൈഡ്, ഫോർ ഐ വിൽ സീ യു ഫേസ് ടു ഫേസ്. നാം സന്തോഷത്തോടെ തമ്മിൽ കാണുന്നതിൽ അതിലായിരിക്കും എൻ്റെ സന്തോഷം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മരണം ഒരു യാഥാർത്ഥ്യമാണ്. മരണം ജീവിതത്തിൽ സംഭവിക്കും, ഉറപ്പാണ്. എന്നാൽ ഈ മരണം കഴിഞ്ഞ് ഒരു വിശ്രമമുണ്ട്. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതേ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. വിശ്രമം. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായം 13-ാം വാക്യം വായിക്കാം. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ അവസാനത്തെ വാക്യം 12:13. നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. ായ ദൈവം തൻ്റെ ദാസനായ ദാനിയേലിനോട് പറയുകയാണ്, മോനെ, നിൻ്റെ വേല നീ തികച്ചു, നിൻ്റെ വേല നീ പൂർത്തീകരിച്ചു, നിന്നെ ഏൽപ്പിച്ച വേല നീ പൂർത്തീകരിച്ച് ഇനിയും നിനക്ക് സന്തോഷത്തോടെ പിരിഞ്ഞു പോകാം.
വിശ്രമിക്കാൻ പോകാം. നിൻ്റെ ശുശ്രൂഷ തീർന്നല്ലോ, നിനക്ക് ഇനി സന്തോഷത്തോടെ നിനക്ക് വിശ്രമിക്കാം. നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക. നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിൻ്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. ദൈവത്തിന് സ്തോത്രം. ന്യൂ ഇൻ്റർനാഷണൽ വെർഷനിൽ ആ വാക്യം ഇങ്ങനെയാണ് കിടക്കുന്നത്. ആസ് ഫോർ യു, യു ഗോ യുവർ വേ ടിൽ ദ എൻഡ്. അവസാനത്തോളം നീ നിൻ്റെ വഴിക്ക് പൊയ്ക്കൊള്ളൂ. യു വിൽ റെസ്റ്റ് ആൻഡ് ദെൻ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേയ്സ് യു വിൽ റൈസ് ടു റിസീവ് യുവർ അലോട്ടഡ് ഇൻഹെറിറ്റൻസ്. സ്തോത്രം. നിനക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ഒരു ഷെയറുണ്ട്. നിനക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന, നിനക്ക് വേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്നതായ ഒരു ഷെയറുണ്ട്, ഒരു സ്വത്ത്. എൻ്റെ സ്വത്തിൻ്റെ ഒരു ഭാഗം, എൻ്റെ മക്കൾക്കുള്ള സ്വത്തിൻ്റെ ഒരു ഭാഗം നിനക്ക് ഞാൻ അലോട്ട് ചെയ്തിട്ടുണ്ട്. അത് പ്രാപിപ്പാൻ നീ ഒരു ദിവസം എഴുന്നേറ്റ് വരുന്നു. ഇപ്പോൾ നീ വിശ്രമിച്ചോളൂ. നീയും വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിൻ്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. വിശ്രമിക്കാൻ പറയുകയാണ്. ദാനിയേൽ നല്ലതുപോലെ അധ്വാനിച്ചു, കിട്ടിയ അവസരങ്ങളൊന്നും പാഴാക്കിയില്ല. യൗവനത്തിൻ്റെ ആരംഭം മുതൽ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ മഹത്വീകരിച്ചും ദൈവത്തിന് മഹത്വം കരയറ്റിയും കൊണ്ട് ദാനിയേൽ ജീവിച്ചു. ദാനിയേലിൻ്റെ ജീവിതം അനുഗ്രഹീതമായ ജീവിതമായിരുന്നു. പ്രവാചകന് ഉത്തമമായ ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതം നയിച്ചു. ഏറ്റവും മനോഹരമായ ജീവിതം നയിച്ചു. പ്രവചനങ്ങൾ പറഞ്ഞു, വരുംകാലത്തേക്കുള്ള കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞു. ദൈവം കൊടുത്തതെല്ലാം ദാനിയേൽ എഴുതി വെച്ചു. എല്ലാം. എത്ര ക്ലേശഭൂയിഷ്ടമായ ജീവിതമാണ് നയിച്ചത്. എന്തുമാത്രം ശത്രുത്വം ഉണ്ടായിരുന്നു, എന്തുമാത്രം എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. ഈ ലോക ജീവിതത്തിൽ ദാനിയേൽ അനുഭവിച്ചതായ യാതനകൾ നിസ്സാരമല്ലല്ലോ. സിംഹക്കുഴിയിലേക്ക് ദാനിയേലിനെ തള്ളിയിട്ടു. സിംഹങ്ങൾ കടിച്ച് ചീന്തുമായിരുന്നു. ദൈവത്തിൻ്റെ ദൂതൻ വന്ന് സിംഹങ്ങളുടെ വായി അടച്ചു പിടിച്ചതുകൊണ്ട് ദാനിയേൽ രക്ഷപ്പെട്ടു. ദാനിയേലിന് നാട്ടിലെ മറ്റ് പ്രസിഡന്റുമാരെല്ലാം എതിരായിരുന്നു. ബാബിലോണിയൻ സാമ്രാജ്യത്തിലും പേർഷ്യൻ സാമ്രാജ്യത്തിലും ദാനിയേലിന് ശത്രുക്കൾ ധാരാളം ഉണ്ടായിരുന്നു. പേർഷ്യൻ സാമ്രാജ്യ അധിപതിയായ ഡേറിയസ് ചക്രവർത്തിയുടെ കാലത്ത് ദാനിയേലിൻ്റെ ശത്രുക്കൾ ദാനിയേലിനെ കൊല്ലുവാൻ പരിപാടിയിട്ടു. ദാനിയേൽ സിംഹക്കുഴിയിൽ ഇടാൻ പരിപാടിയിട്ടു. ഒട്ടേറെ പ്രതിസന്ധികൾ നേരിട്ടു. എല്ലാം കഴിഞ്ഞു. മോനെ, ഇനി നിനക്ക് വിശ്രമിക്കാം. നീ നിൻ്റെ വേല തികച്ചു. നീ ദാനിയേലേ, നീ ഇപ്പോൾ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക. നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിൻ്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. ഒരു ദിവസം നീ എഴുന്നേറ്റ് വരും. നീ ഉയർത്തെഴുന്നേൽക്കും ഒരു ദിവസം. ഇപ്പോൾ നിനക്ക് പോകാം, വിശ്രമിക്കാം. ഈ വിശ്രമം കഴിഞ്ഞ് നീ ഒരു ദിവസം ഉയർത്തെഴുന്നേറ്റ് വരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മുടെ പ്രത്യാശ, അതാണ് നമ്മുടെ ബലം. ഒരു ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഞാൻ എൻ്റെ നാഥൻ്റെ ശബ്ദം കേട്ട് ഞാൻ ഉണരും. എൻ്റെ കർത്താവേ, നിത്യതയിൽ വിശ്രമിക്കുന്ന ഞാൻ അവിടെ ആ ശബ്ദം കേൾക്കും. നിത്യതയിൽ വിശ്രമിക്കുന്ന ഞാൻ എൻ്റെ കർത്താവിൻ്റെ ഗംഭീരനാഥം കേൾക്കും. പ്രധാന ദൂതനായ മീഖായേലിൻ്റെ ശബ്ദം ഞാൻ കേൾക്കും. ദൈവത്തിൻ്റെ കാഹളവും ഞാൻ കേൾക്കും. ദൈവത്തിന് സ്തോത്രം. ഒരു ദിവസം ഞാൻ അവിടെ ഇതെല്ലാം കേട്ടുകൊണ്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഉണർന്നെഴുന്നേൽക്കും, ഉയർത്തെഴുന്നേൽക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറന്നുയരും. ഈയലുകൾ മണ്ണിൽ നിന്ന് പൊങ്ങിപ്പറന്ന് മേലോട്ട് പറന്നുയരുന്നത് പോലെ അനേകം വിശുദ്ധന്മാർ പറന്ന് ഉയരുന്ന കൂട്ടത്തിൽ ഞാനും കല്ലറകളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഞാനും പറക്കും. ദൈവത്തിന് സ്തോത്രം. അതാണ് പ്രത്യാശ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം നിസ്സാരമല്ല, വിലപ്പെട്ട ജീവിതമാണ്. ഈ ലോക ജീവിതത്തിൽ തീർച്ചയായും പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, യാതനകളുണ്ട്, വേദനകളുണ്ട്, രോഗങ്ങളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്, എതിർപ്പുകളുണ്ട്, എല്ലാം ഉണ്ടല്ലോ, ഉണ്ട്. പക്ഷേ എൻ്റെ സഹോദരങ്ങളെ ഞാൻ പറയട്ടെ, നാം ഒരു ദിവസം ഉയർത്തെഴുന്നേൽക്കും. ദൈവത്തിന് സ്തോത്രം. നീതിയിൽ നിൻ്റെ മുഖത്തെ ഞാൻ കാണും. ഞാൻ ഒരു ദിവസം ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ ഞാൻ പൂർണ്ണമായി സന്തോഷിക്കും. അന്ന് എനിക്ക് ഓഹരി കിട്ടും. എനിക്ക് വേണ്ടി അലോട്ട് ചെയ്തിരിക്കുന്ന ഓഹരി കിട്ടും. ആ ഇംഗ്ലീഷ് വാക്യം ഒന്നിട്ട് കേൾക്കൂ. ആസ് ഫോർ യു, യു ഗോ യുവർ വേ ടിൽ ദ എൻഡ്. അവസാനത്തോളം നീ നിൻ്റെ വഴിയിൽ പൊയ്ക്കൊള്ളുക. നിനക്ക് വേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്ന വഴിയിൽ നീ പൊയ്ക്കൊള്ളുക. സ്തോത്രം. നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്ക് വേണ്ടി തന്നിരിക്കുന്ന വഴിയിൽ കൂടി നീ അവസാനത്തോളം പൊയ്ക്കൊള്ളുക. യു വിൽ റെസ്റ്റ്. നീ വിശ്രമിക്കും. ആൻഡ് ദെൻ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേയ്സ്, ആ ദിവസങ്ങളുടെ അറുതിയിൽ, നിത്യതയുടെ ദിവസങ്ങളുടെ അറുതിയിൽ, യു വിൽ റൈസ്. നീ ഉയർത്തെഴുന്നേൽക്കും. നീ ഉണർന്നെഴുന്നേൽക്കും. യു വിൽ റൈസ് ടു റിസീവ് യുവർ അലോട്ടഡ് ഇൻഹെറിറ്റൻസ്. നിനക്ക് വേണ്ടി അലോട്ട് ചെയ്തിരിക്കുന്ന അവകാശം നിനക്ക് പ്രാപിക്കാനായി, സ്വത്തിൻ്റെ ഷെയർ പ്രാപിക്കാനായി നിനക്ക് എഴുന്നേറ്റ് വരാം. അപ്പൻ്റെ സ്വത്തിൻ്റെ ഷെയർ നിനക്ക് കിട്ടും. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഏതാണ് ഈ സ്വത്ത്? നമുക്കാർക്കും അറിഞ്ഞുകൂടാ. ആർക്കും അറിഞ്ഞുകൂടാ.
കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിരൂപിച്ചിട്ടുമില്ല. ഏതോ ഒരു വലിയ സ്വത്ത്. എന്താണാവോ? ചെല്ലുമ്പോഴറിയാം. ദൈവത്തിന് സ്തോത്രം. ആർക്കും നിരൂപിക്കാൻ പറ്റുകയില്ല, ആർക്കും ചിന്തിക്കാൻ പറ്റുകയില്ല. പിതാക്കന്മാർ പാടിയില്ലേ? ഉന്നത രാജ്യമതും ശാശ്വത ജീവിതവും നിർമ്മലരാധിക്കും സത്തമശിഹാഭക്തന്മാർ യാചിക്കുന്ന മഹാഭാഗ്യം. ജഡനേത്രം ദർശിക്കുകയോ ശ്രവണം കേൾക്കുകയോ ഹൃദയം തേറുകയോ ചെയ്തിട്ടില്ലേതും. ഉന്നതമായ രാജ്യമാണത്, ശാശ്വതമായ ജീവിതമാണത്. നിർമ്മലർ മാത്രമേ അത് ആർജിക്കുകയുള്ളൂ, പരിശുദ്ധന്മാർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. നിർമ്മലർ മാത്രമേ ആർജിക്കുകയുള്ളൂ. സത്വ മിശിഹാഭക്തന്മാർക്ക് മാത്രമേ അതിന് അർഹതയുള്ളൂ. സത്വന്മാരായ പുണ്യാന്മാരായ മിശിഹാഭക്തന്മാർക്ക് മാത്രമേ അതിന് അർഹതയുള്ളൂ. ആ മഹാഭാഗ്യം കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിരൂപിച്ചിട്ട് പോലുമില്ല. ആർക്കും ഊഹിക്കാൻ പറ്റാത്തതായ മഹാഭാഗ്യം. എന്താണാവോ? എന്തിനാണ് ചിന്തിക്കുന്നത്? ആർക്കും അറിയാൻ പാടില്ലെന്നല്ലേ കർത്താവ് പറഞ്ഞത്? അറിയാൻ വയ്യ. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഒന്നുണ്ട്, ഉറപ്പാണ്. എൻ്റെ സ്നേഹിതരെ, ഇവിടെ യാതന സഹിച്ചും, ഇവിടെ കഷ്ടതയേറ്റും, ഇവിടെ ദുരിതമേറ്റും, ഇവിടെ തെറ്റിദ്ധാരണയുടെ മുള്ളുകളേറ്റും, ഇവിടെ ആക്രമണങ്ങളേറ്റും വലഞ്ഞു കഴിയുന്ന പാവപ്പെട്ട മനുഷ്യൻ, അവൻ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ നാഥനും കർത്താവായി സ്വീകരിച്ച് കർത്താവിൻ്റെ തിരക്തത്താലുള്ള കഴുകൽ പ്രാപിച്ച് ഈ ഭൂമിയിൽ വിശുദ്ധനായി ജീവിച്ചിട്ടാണോ കടന്നു പോകുന്നത്? ദൈവത്തിന് സ്തോത്രം. ഇവിടെയുള്ളതെല്ലാം നിസ്സാരമെന്ന് ക്ഷണികമെന്ന് എണ്ണിയായിട്ടാണോ കടന്നു പോകുന്നത്? വ്യക്തം. അവിടെ ചെല്ലുമ്പോൾ ഒരു ഷെയറുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു ദിവസം ആ ഷെയർ നിൻ്റെ കയ്യിലേക്ക് തരാനായി നീ ഉയർത്തെഴുന്നേറ്റ് വരും, നാഥൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് ഷെയർ വാങ്ങാൻ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് പിതാക്കന്മാർ പറഞ്ഞത്, ദൈവത്തിന് സ്തോത്രം, ഈ മൃതരെ ജീവിപ്പിക്കാൻ എഴുന്നള്ളുന്ന രാജാവ് മുകിലഴകിന്മേൽ ആഘോഷത്തിനായി ഇടുന്നു, മേഘങ്ങളുടെ ശോഭയിന്മേൽ ആഘോഷത്തോടെ എഴുന്നള്ളി വരും. മരിച്ചവരെ ഉയർപ്പിക്കുന്ന രാജാവ്, മരിച്ചവരെ ഉയർപ്പിക്കുന്ന രാജാവായ കർത്താവായ യേശുക്രിസ്തു ആകാശമേഘങ്ങളുടെ ശോഭയിന്മേൽ അവിടുന്ന് ആഘോഷത്തോടെ ആരവാരത്തോടെ സ്വർഗീയ സേനകളുടെ അകമ്പടിയോടുകൂടി അവിടുന്ന് എഴുന്നള്ളി വരും. അന്ന് നയവാന്മാർ മാത്രം, വിശുദ്ധന്മാർ മാത്രം, നീതിവാന്മാർ മാത്രം, നയവാന്മാർ തൻ മുൻ കൊമ്പിൻ നാദം കേട്ടിട്ട്, തൻ്റെ വരവിൻ്റെ മുൻപുള്ള കാഹളനാദം കേട്ടിട്ട് അങ്കി അണിഞ്ഞ് എതിരേൽപ്പാനായി പോയിടുന്നു. സ്തോത്രം. ഏതാ ഈ അങ്കി? അതാണ് നീതിயின் വസ്ത്രം. ഞാൻ നീതിയിൽ നിൻ്റെ മുഖം കാണുമെന്ന് പറഞ്ഞത് ആ അങ്കി, അതാണ് നീതിயின் വസ്ത്രം. മൃതരെ ജീവിപ്പിപ്പാനെഴുന്നള്ളും രാജാ മുകിലഴകിന്മേലാഘോഷിതനായിടുന്നു നയവാന്മാതൻ മുൻകൊമ്പിൻ നാദം കേട്ടി തങ്കിയണിഞ്ഞെതിരേൽപ്പാനായി പോയിടുന്നു. കർത്താവിനെതിരേൽപ്പാനായി അനേകം വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന കൂട്ടത്തിൽ നാമും ഉയർത്തെഴുന്നേൽക്കണം. കാരണം ഞാനൊരു നീതിമാനാണെങ്കിൽ മാത്രമേ എനിക്ക് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റുകയുള്ളൂ. ഞാനൊരു വിശുദ്ധനാണെങ്കിൽ മാത്രമേ ഉയർത്തെഴുന്നേൽക്കാൻ പറ്റുകയുള്ളൂ. കാരണം വെളിപ്പാട് 20-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം, ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. പുനരുത്ഥാനം 2 ഉണ്ട്, ഉയർത്തെഴുന്നേൽപ്പ് 2 പ്രാവശ്യമുണ്ട്. 1 ഒന്നാമത്തെ പുനരുത്ഥാനം, 2 രണ്ടാമത്തെ പുനരുത്ഥാനം. ശ്രദ്ധിക്കൂ, ഒന്നാമത്തെ പുനരുത്ഥാനം എന്ന് പറയുന്നത് വിശുദ്ധന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പാണ്. അപ്പോൾ മാനസാന്തരപ്പെടാത്തവരായി, കർത്താവായ യേശുവിനെ സ്വീകരിക്കാത്തവരായി, ജീവിതത്തിൽ മാറ്റം വരാത്തവരായുള്ളവർ അവരെല്ലാം മരിച്ച കല്ലറകളിൽ കിടക്കും. ആ കല്ലറകൾ തുറക്കുകയില്ല. എന്നാൽ വിശുദ്ധന്മാരായി കടന്നുപോയവർ, ജീവിതം ക്രിസ്തുവിന് സമർപ്പിച്ച് ക്രിസ്തുവിൻ്റെ തിരക്തത്താൽ കഴുകപ്പെട്ടവരായി, നീതിൻ വസ്ത്രം ധരിച്ചവരായി, ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടവർ, അവർ മാത്രം, അവർ വിശുദ്ധന്മാർ, നയവാന്മാർ, നീതിവാന്മാർ, അവർ മാത്രം അപ്പോൾ ഉയർത്തെഴുന്നേൽക്കും. ദൈവത്തിന് സ്തുതി. അതാണ് ഒന്നാമത്തെ പുനരുത്ഥാനം. വിശുദ്ധന്മാരുടെ പുനരുത്ഥാനമാണ് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. ദൈവത്തിന് സ്തോത്രം. 2-ാം മരണത്തെക്കുറിച്ച് പറയാൻ ഇപ്പോൾ ഈ സമയം ഞാൻ എടുക്കുന്നില്ല. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. ഒന്നാമത്തെ പുനരുത്ഥാനം.
ഒരു വിശുദ്ധനാണെങ്കിൽ മാത്രമേ അതിൽ പങ്ക് കിട്ടുകയുള്ളൂ. നിങ്ങളെന്ത് പറയുന്നു? ഞാൻ വിശുദ്ധനായോ? അല്ല, വിശുദ്ധനാകാനുള്ള പരിപാടിയുണ്ടോ? എൻ്റെ ജീവിതം ഞാൻ കർത്താവിന് സമർപ്പിച്ചിട്ടുണ്ടോ? അശുദ്ധി കഴുകിക്കളഞ്ഞിട്ടുണ്ടോ? കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ചിട്ടുണ്ടോ? യേശുക്രിസ്തുവിൻ്റെ തിരക്തത്തിൽ ഞാൻ കഴുകി പ്രാപിച്ചിട്ടുണ്ടോ? നോക്കൂ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കളങ്കമുണ്ടോ? ആരോടെങ്കിലും നീരസമോ കയ്പോ ഉണ്ടോ? ആരോടെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള വാശിയോ വഴക്കോ പിണക്കമോ ഉണ്ടോ? നോക്കൂ, വൈരാഗ്യമോ പകയോ വിദ്വേഷമോ പ്രതികാരചിന്തയോ ഉണ്ടോ? ഏതെങ്കിലും കാര്യത്തിൽ അസഹിഷ്ണുതയുണ്ടോ? ഇൻടോളറൻസ്, അസഹിഷ്ണുതയുണ്ടോ? ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് കടുംപിടുത്തമുണ്ടോ? ദുശാഠ്യമുണ്ടോ? എൻ്റെ അഭിപ്രായം നടക്കണം, ഞാൻ പറഞ്ഞത് നടക്കാവൂ എന്നുള്ള ഏതെങ്കിലും കടുംപിടുത്തങ്ങളുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ ഹൃദയത്തിൽ അഹങ്കാരമുണ്ടോ? നിങ്ങളുടെ ഭാര്യയുമായിട്ട് ഐക്യത്തിലാണോ? ഭർത്താവുമായിട്ട് ഐക്യത്തിലാണോ? പാവം ഭാര്യയെ നിങ്ങൾ ഉപദ്രവിക്കാറുണ്ടോ? ആ സഹസ്ത്രീയെ ദണ്ഡിപ്പിക്കാറുണ്ടോ? ആ സ്ത്രീയുടെ മനസ്സിനെ ദണ്ഡിപ്പിക്കാറുണ്ടോ? മനസ്സിനെ മുറിപ്പെടുത്താറുണ്ടോ? നിങ്ങൾ ചിന്തിക്കൂ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം വിശുദ്ധമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇന്ന് മദ്യത്തിൻ്റെ അടിമയല്ലേ നിങ്ങൾ? മദ്യത്തിൻ്റെ അടിമ, കഞ്ചാവിൻ്റെ അടിമകളായ ആളുകളുണ്ട്, മയക്കുമരുന്നിൻ്റെ അടിമകളായ ആളുകളുണ്ട്. ഇന്ന് സുബോധമില്ലാത്തവരെ പോലെ വെറിക്കൂത്തിൽ മുഴുകിക്കിടക്കുന്ന ചെറുപ്പക്കാരുണ്ട്. അല്ല, ചെറുപ്പക്കാർ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അശുദ്ധ ചിത്രങ്ങൾ കണ്ട് രസിക്കുന്ന മനുഷ്യരുണ്ട്. വേണ്ടാത്ത പടങ്ങളിൽ ആസ്വദിക്കുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, മ്ലേച്ഛതയിൽ രസിക്കുന്ന മനുഷ്യരുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് ദൈവരാജ്യത്തിൽ പോകാമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഇല്ല പ്രിയരെ, ഇല്ല. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധന്മാർ മാത്രം ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരാകും. വിശുദ്ധന്മാർ മാത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഒരശുദ്ധനും അവിടെ കടന്നു വരികയില്ല, ഉറപ്പാണ്. ഒരശുദ്ധനും പ്രവേശിക്കുകയില്ല. ദൈവരാജ്യത്തിൽ ഒരശുദ്ധനും പ്രവേശനമില്ല. ഈ വാക്യങ്ങളെല്ലാം നാം കേട്ടിട്ടും പിന്നെയും നാം മനഃപൂർവ്വം പാപത്തിലേക്ക് പോയാൽ എന്താണ് സ്ഥിതി? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനിയൊരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. വചനം അങ്ങനെയാണ് പറയുന്നത്. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനിയൊരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയമേ ഉള്ളൂ. ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ദൈവത്തിന് സ്തോത്രം. കാരുണ്യവാനായ ദൈവമെന്ന് കൃപയുടെ വാതിൽ തുറന്നിട്ടുകൊണ്ട് നമ്മെ ക്ഷണിക്കുന്നു. നമുക്ക് വരാം, നമുക്ക് പ്രവേശിക്കാം, കൃപയുടെ പെട്ടകത്തിൽ പ്രവേശിക്കാം. ഇന്ന് നമുക്ക് മോചനം പ്രാപിക്കാം. ഭാഗ്യ സമയങ്ങളാണ്, അനുഗ്രഹീത നിമിഷങ്ങളാണ്, സ്വർഗം തുറന്നിരിക്കുന്ന സമയങ്ങളാണ്. യേശുക്രിസ്തുവിൻ്റെ കരുണയുടെ വചനം നമ്മെ ഉണർത്തുന്ന സമയങ്ങളാണ്. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്ക് കിട്ടുക, അതിനെന്ത് വേണം? നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചതുപോലെ കർത്താവിൻ്റെ ശരണത്തിൽ നിന്ന് പ്രാപിക്കണം. കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് നിന്ന് പ്രാപിക്കണം. കർത്താവിൻ്റെ കൃപയിൽ ശരണത്താലേ നിൻ കൃപയിൽ, കർത്താവിൻ്റെ കൃപയിൽ ശരണത്താലേ നിന് പ്രാപിക്കണം. അങ്ങനെയുള്ളവരാണ് കബറിൽ നിന്ന് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരായി എഴുന്നേൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും ഞാൻ ഗീതം പാടുന്നില്ല. നിൻ ശരണേ നിമൃതരാം താത സഹോദരരിൽ ചൊരിയണമേ മോദപ്പനി നീര്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് കടന്നു പോകണം. ഇന്ന് നാം പ്രാർത്ഥിക്കുന്നുണ്ട്, നമസ്കാരങ്ങൾ ഉരുവിടുന്നുണ്ട്, നാം ഗീതങ്ങൾ പാടുന്നുണ്ട്, നാം വിശുദ്ധ ആരാധനകളിൽ പങ്കെടുക്കുന്നുണ്ട്, വിവിധ കൂദാശകളിൽ നാം പങ്കെടുക്കുന്നുണ്ട്, നാം ആത്മീയമായ ജീവിതം നയിക്കുന്ന നമുക്ക് ധാരണയുണ്ട്. ശരി, നല്ലത്. എന്നാൽ സ്നേഹിതരെ, നമ്മൾ ഹൃദയം ശുദ്ധമായോ? വ്യക്തമല്ലേ കർത്താവിൻ്റെ വചനം? കർത്താവിൻ്റെ പ്രസംഗത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നു, ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും. ഹൃദയം ശുദ്ധമായോ? മറ്റെല്ലാം മാറ്റ്. ഹൃദയം ശുദ്ധമായോ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ സന്തോഷത്തോടെ നിങ്ങൾ പറയട്ടെ, നമ്മുടെ ഈ കൂട്ടായ്മയിൽ വരുന്ന അനേകം പേര് ഭാഗ്യവശാൽ വിശുദ്ധീകരണം അനുഭവിപ്പാൻ കൊതിക്കുന്നവരുണ്ട്. വിശുദ്ധീകരണം അനുഭവിപ്പാൻ ജീവിതത്തിൽ തീരുമാനം എടുത്തവരുണ്ട്. വിശുദ്ധീകരണം അനുഭവിക്കുന്നവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. തികഞ്ഞവരായില്ല, ആരും തികഞ്ഞവരായില്ല. വിശുദ്ധീകരണം ഒരു ദിവസം കൊണ്ട് പൂർത്തീകരിക്കപ്പെടുന്നില്ല. ഓരോ ദിവസം കഴിയും തോറുന്ന ശുദ്ധീകരണം പ്രാപിച്ച് മുന്നോട്ട് വരുന്നു. വളർച്ച പ്രാപിച്ച് വരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ ശുദ്ധീകരണത്തിൻ്റെ വഴിയിലാണ് ഞാൻ നിൽക്കുന്നത് ഉറപ്പുണ്ടോ? നമുക്കറിയാവുന്ന പാപങ്ങൾ നിന്ന് മാറ്റിയോ? ഇന്ന പാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായെന്ന് നമുക്ക് മനസ്സിലാകുന്നത് മാറ്റിയോ? ഇന്നിന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ കർത്താവിനെ ദുഃഖിപ്പിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായതെല്ലാം നിങ്ങൾ ജീവിതത്തിൽ മാറ്റിക്കളഞ്ഞോ? എങ്കിൽ ഭാഗ്യം. കർത്താവ് കൂടുതൽ ആഴത്തിലേക്ക് നിങ്ങൾ നയിച്ചുകൊള്ളും.
ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്നു, ഒരു ദേശത്തൊരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ നല്ലതാണ്. അനുഗ്രഹിക്കപ്പെട്ടൊരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഞങ്ങളുടെ ഈ പ്രദേശത്ത്, ഞങ്ങളുടെ വലമ്പൂർ സെൻറ്റ് മേരീസ് പള്ളിയിൽ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് വചനം കേൾക്കാനിടയായി. ആ കൂട്ടായ്മയിൽ വചനം കേൾക്കാനിടയായതുകൊണ്ട് എനിക്ക് മാനസാന്തരപ്പെടാനിടയായി. അപ്പോഴാണ് ആത്മീയമായി ഇനിയും മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു മനസ്സിലായത്. ഒന്നും ആയില്ല, മാനസാന്തരപ്പെടുന്ന ഒരൊറ്റ കാര്യം കൊണ്ട് ഒന്നും ആയില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇനി എത്രയോ ശുദ്ധീകരണം പ്രാപിക്കേണ്ടതെന്ന് മനസ്സിലായി. ശുദ്ധീകരണം പ്രാപിക്കേണ്ടതിൻ്റെ ആവശ്യകത എനിക്ക് മനസ്സിലായി. രൂപാന്തരപ്പെടണമെന്ന് മനസ്സിലായി. അതുകൊണ്ട് രൂപാന്തരപ്പെട്ട് കഴിഞ്ഞോ? ഇല്ല. ഞാൻ വ്യക്തമായി അറിയുന്നു, ഞാൻ ഇനി ഏറെ രൂപാന്തരപ്പെടേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളെന്ത് പറയുന്നു? നിങ്ങളുടെ ജീവിതത്തിൽ ഈ രൂപാന്തരത്തിന് ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് വേണമോ? നിങ്ങൾക്ക് ഈ ശുദ്ധീകരണം വേണമോ? ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. ശുദ്ധീകരണം പ്രാപിക്കണം. ദൈവത്തിന് ഇഷ്ടമോ? നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. വിശുദ്ധിക്ക് എത്രയും നമ്മെ വിളിച്ചത്, അശുദ്ധിക്കല്ല, വിശുദ്ധീകരണത്തിന് എത്രയും നമ്മെ വിളിച്ചത്. ദൈവത്തിന് സ്തോത്രം. നാം വിശുദ്ധരായി തീരുക. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കിപ്പോൾ കർത്താവിനോട് പറയാം, കർത്താവേ, എൻ്റെ ആയുസ്സിൻ്റെ വിലപ്പെട്ട സമയങ്ങൾ പലതും കഴിഞ്ഞുപോയി. നല്ലൊരു ഭാഗം പാഴാക്കി കളഞ്ഞു. നല്ല ആയുസ്സിൻ്റെ നല്ല ഭാഗം പാഴാക്കി കളഞ്ഞു. എന്തെല്ലാമോ ചില വികല ചിന്തകൾക്ക് അടിമയായി ഞാൻ ജീവിച്ചു പോയി. വികലമായ ചിന്തകൾ, വികൃതമായ വികാരങ്ങൾ, കർത്താവേ, മ്ലേച്ഛമായ ചിന്തകൾ പലതിനും ഞാൻ ഡെമപ്പെട്ട് പിശാചിന് ഇടം കൊടുത്ത് ഞാൻ ജീവിച്ചു പോയി. കർത്താവേ, ഇനി ഞാൻ ദുഃഖിക്കുന്നു. കാലങ്ങൾ നഷ്ടപ്പെട്ടതോർത്ത് ഞാൻ ദുഃഖിക്കുന്നു. കർത്താവേ, ഇപ്പോൾ തിരുമുൻപാകെ വന്ന് ഈ ക്രൂശിൻ്റെ വചനം കേട്ട് ഞാൻ എന്നെ തന്നെ തിരുമുൻപാകെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, ക്രൂശിൽ വെളിപ്പെടുത്തിയ ആ നിസ്തുല സ്നേഹം, ഗോകുൽത്തായിലെ ക്രൂശിൽ വെളിപ്പെടുത്തിയ നിസ്തുല സ്നേഹം കണ്ടുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ആ കുരിശിൻ ചൂട്ടിലേക്ക് എന്നെ അർപ്പണം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതം ഞാനിതാ വ്യവസ്ഥ കൂടാതെ സമർപ്പിക്കുന്നു. എനിക്കൊന്നും അറിഞ്ഞുകൂടാ കർത്താവേ, ഒന്നും അറിഞ്ഞുകൂടാ. ഇത്രമാത്രം ഞാൻ അറിയുന്നു, ഞാനൊരു പാപിയായ മനുഷ്യൻ എന്നറിയുന്നു. ഞാനൊരു പാപിയായ മനുഷ്യൻ, ഇനിയും ഏറെ രൂപാന്തരം പ്രാപിക്കേണ്ടിയിരിക്കുന്ന മനുഷ്യൻ. കർത്താവേ, ഒന്നുകൂടി അറിയുന്നു, നീ എന്നെ സ്നേഹിക്കുന്നു. ഒന്നുകൂടി അറിയുന്നു, നീ എന്നെ ശുദ്ധീകരിപ്പാൻ നീ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരികയാണ്. കർത്താവേ, ഞാൻ സഭ മാറുന്നില്ല, സമുദായം മാറുന്നില്ല, പക്ഷേ ഞാൻ എൻ്റെ ഹൃദയം മാറ്റുന്ന ക്രിസ്തുവിനോട് എന്നെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, കർത്താവേ, നീ എന്നെ രൂപാന്തരപ്പെടുത്തണമേ. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഈ ലോകത്ത് സഭയും സമുദായവും മാറാതെ കർത്താവേ, യേശു ക്രിസ്തുവിൻ്റെ രക്ഷകനും കർത്താവായി സ്വീകരിക്കുന്ന മഹാസൗഭാഗ്യത്തിലേക്ക് ആർക്കും വരാമെന്നതിന് തെളിവായി നീ എന്നെ ഈ ഭൂമിയിൽ നിർത്തണമേ എന്ന് ഞാൻ യാചിക്കുന്നു. കർത്താവേ, നാഥാ, നിൻ്റെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ, എൻ്റെ മേൽ നിൻ്റെ കരം വയ്ക്കണമേ, എന്നെ അശുദ്ധിയിൽ നിന്ന് വീണ്ടെടുക്കണമേ, അശുദ്ധ പിശാചുകളുടെ പിടിയിൽ നിന്ന് എനിക്ക് മോചനം തരണമേ, എന്നെ സ്വർഗ്ഗരാജ്യത്തിൻ്റെ അടിമയാക്കി തീർക്കണമേ, സ്വർഗ്ഗരാജ്യത്തിൻ്റെ അവകാശിയാക്കി തീർക്കണമേ. അവകാശം തരുവാൻ നീ വരുമ്പോൾ നാഥാ, നിൻ്റെ സന്നിധിയിലേക്ക് പറന്നു വരാൻ എന്നെ യോഗ്യനാക്കി തീർക്കണമേ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. നിൻ്റെ ഈ മക്കളോട് അവിടെ ഹൃദ്യമായി സംസാരിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. അപ്പോൾ നിൻ്റെ വചനം ഞങ്ങൾക്ക് തേനിലും തേൻകട്ടയിലും മധുരമാകിയാൽ സ്തോത്രം. എല്ലാവരെയും 12ാമത്തെ വരവിന് വേണ്ടി ഒരുക്കണമേ കർത്താവേ. വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന കൂട്ടത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്ന ആ 1ാമത്തെ പൊന്നുധാരത്തിൽ പങ്കുള്ളവരാകുവാൻ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.